നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത അസാധ്യ രുചിയുള്ള പടവലവും നീളൻ പയറും വെച്ചിട്ടുള്ള ഒരു കറി. എൻ്റെ ഒരു ചെറിയ പരീക്ഷണത്തിൽ ഉണ്ടായിട്ടുള്ള ഈ കറി നമ്മുടെ മോര് കറി, എരിശ്ശേരി, പുളിങ്കറി, അതുപോലെ വയറിന് സുഖം തരുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് അവസാനം വരെ കണ്ടിട്ട് ഫീഡ്ബാക്ക് തരണേ കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ പടവലവും നീളം പയറും 150 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടും നല്ലോണം ഒലച്ച് കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടി മീഡിയം സൈസിലുള്ള ഒരു വല്യുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് ഓപ്ഷണലാണ്, കഴിക്കാത്തവർ ചേർക്കണ്ട. 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. 1 8 കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് മീഡിയം സ്പൈസി ആയിട്ടുള്ളത് ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ചുമന്ന മുളക് പൊടി 1 ടീസ്പൂൺ. ചുമന്ന മുളക് പൊടി എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. കുറച്ച് കല്ലുപ്പും കൂടെ ചേർക്കുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചക്കറിയിൽ വെള്ളത്തിൻ്റെ അംശം ഓൾറെഡി ഉള്ളതാണ്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് 1 കപ്പ് മതി. ഇനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ലോ ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ നിലക്കടല എണ്ണയോ ഇതിന് ബെസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. എവിടെ വരെയെന്നറിയോ? തേങ്ങയുടെ പച്ചപ്പ് പോകുന്നവരെ മാത്രം. അത് ബ്രൗൺ ആക്കി എടുക്കൊന്നും വേണ്ട. തേങ്ങയുടെ പച്ചപ്പ് പോകുമ്പോഴേക്കും ബാക്കി ഇൻഗ്രീഡിയൻസും പാകത്തിന് ചൂടായിക്കോളും. ഇതിപ്പോൾ ആ പാകത്തിന് എത്തിയിട്ടുണ്ട്. തേങ്ങയുടെ പച്ചമണം പോയിട്ടുണ്ട്, നല്ല വെളിച്ചെണ്ണയുടെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും നല്ല ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തീയിൽ നിന്നും മാറ്റാം. എന്നിട്ട് അതൊന്നൊരു വാം സ്റ്റേജിലേക്ക് കൂൾ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതേപോലെ. പിന്നീട് അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇതേപോലെ. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ റിലീസ് ആയതിനു ശേഷമാണ് ഞാൻ കുക്കർ തുറന്നത്. കണ്ടില്ലേ, പച്ചക്കറികൾ വെന്ത് ഉടഞ്ഞ് കലങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഷേപ്പെല്ലാം ഇൻടാക്റ്റ് ആണ്. ഇങ്ങനെ കിട്ടിയാൽ മതി നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയരപ്പ് കറിയിലേക്കിട്ട് ഇളക്കുമ്പോൾ നല്ലൊരു മണം വരാനുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ലൊരു മണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ലാത്തൊരു കറിയാണ് കേട്ടോ ഇത്. മാത്രമല്ല ഒരുപാട് തേങ്ങ അരച്ചാലും ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്കിത് കുറച്ച് തിക്കായിട്ടുള്ള കറിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ അരയ്ക്കുന്നതിന് പകരം ഒരു 2 തവി അല്ലെങ്കിൽ ഒരു 1/2 കപ്പോളം വേവിച്ച് ഉടച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പം എനിക്ക് ഈ കറി ഓക്കെയാണ്, പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പരിപ്പ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ തോരപ്പരിപ്പ് ചേർത്തു. ഇതിന് പകരം മസൂർ ദാലോ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പോ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളയ്ക്കാൻ വെക്കാം. ഇതായിപ്പം തേങ്ങയിലേക്ക് മഞ്ഞളിൻ്റെയും മുളക് പൊടിയുടെയും നിറമൊക്കെ പിടിച്ചിട്ടുണ്ട്. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഈ കറിയിൽ താളിപ്പും പ്രധാനമാണ്, അതുകൊണ്ട് അവസാനം വരെ കാണണേ. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരാൻ തുടങ്ങുന്നത് വരെ.
ഇതാ ഏകദേശം ഇതേപോലെ ഒന്ന് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചതച്ച മുളക് 1 ടീസ്പൂൺ, കറിവേപ്പില 1-2 തണ്ട് ചേർക്കാം. പിന്നെ വറ്റൽമുളക് അഥവാ ചുമന്ന മുളക് ഓപ്ഷണലാണ്. ചതച്ച മുളക് ചേർക്കുമ്പോൾ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഭംഗിക്ക് ചേർക്കുകയാണ്, ഒരു 2 എണ്ണം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് 5-6 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇത് നേരെ നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പടവലം നീളം പയർ കറി അല്ലെങ്കിൽ പടവലം പയർ കറി ഇവിടെ റെഡിയാണ്. ഇതിന് അസാധ്യ രുചിയാണ്. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കംഫർട്ടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, പിന്നെ ഒരു പപ്പടവും. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കും തരണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.